സെപ്റ്റംബർ 28 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ മാർക്ക്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ അൽഫ്യൂസ്, വിശുദ്ധ സോസിമുസ്, വിശുദ്ധ നിക്കോൺ, വിശുദ്ധ നെയോൺ, വിശുദ്ധ ഹെലിയോഡോറുസ്, വിശുദ്ധ വെഞ്ചസ്ലൗസ് രാജാവ്, വിശുദ്ധ കോൺവാൾ, വിശുദ്ധ യൂസ്റ്റോക്കിയ. വിശുദ്ധ വെഞ്ചസ്ലൗസ് രാജാവ് 907-935 കാലഘട്ടത്തിലാണ് വിശുദ്ധ വെഞ്ചസ്ലൗസ് രാജാവ് ജീവിച്ചിരുന്നത്. ബൊഹീമിയയിലെ നാടുവാഴിയായിരുന്ന വ്രാത്തിസ്ലാവുസ് ഒന്നാമന്റെ മകനാണ് വെഞ്ചസ്ലൗസ്. പിതാവ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു. അമ്മ ഡ്രഹോമീറ ദുശ്ചരിതയായ ഒരു വിജാതീയ സ്ത്രീയും. അവർക്ക് 2 മക്കളുണ്ടായി, വെഞ്ചസ്ലൗസും ബൊലേസ്ലൗസും. മൂത്തയാളെ വളർത്തുന്ന ചുമതല പ്രേഗിൽ താമസിച്ചിരുന്ന അമ്മൂമ്മ ലുട്മില്ല ഏറ്റെടുത്തു. അങ്ങനെ അമ്മൂമ്മയുടെ കീഴിൽ വെഞ്ചസ്ലൗസ് ജീവിച്ചു പോന്നു. ആ വൃദ്ധ കുട്ടിയെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. ശാസ്ത്രീയ വിജ്ഞാനവും പൗത്രന് നൽകി. വെഞ്ചസ്ലൗസിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചു. അമ്മ ഡ്രഹോമീറ റീജന്റായി ഭരണമേറ്റെടുത്തു. ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചിടണമെന്നും ക്രൈസ്തവ പുരോഹിതരോ അൽമായരോ കുട്ടികളെ പഠിപ്പിച്ചുകൂടെന്നും റീജന്റ് കൽപ്പന കൊടുത്തു. ബൊഹീമിയയുടെ നാശം കണ്ടിട്ട് പരിതപ്തയായ ലുട്മില്ല വെഞ്ചസ്ലൗസിനെ ഭരണമേറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു. യുവരാജാവ് അത് സമ്മതിച്ചു. ജനത സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ കലഹമുണ്ടാകാതിരിക്കാൻ രാജ്യം 2ആയി ഭാഗിച്ചു. വലിയൊരു ഭാഗം ബൊലേസ്ലൗസിന് മാറ്റിവെച്ചു. ആ ഭാഗം ഇന്നും ബൊലേസ്ലാവിയ എന്നാണ് അറിയപ്പെടുന്നത്. ഡ്രഹോമീറ കുപിതയായി ബൊലേസ്ലൗസിനെ ക്രിസ്തുമത വിരോധിയും വിഗ്രഹാരാധന പ്രിയനുമായി വളർത്തി. വെഞ്ചസ്ലൗസ് നീതിക്കും സമാധാനത്തിനും വേണ്ടി അധ്വാനിച്ചു. ഭരണകാര്യങ്ങൾ പകൽ സമയത്ത് വേണ്ട പോലെ നിർവഹിച്ച ശേഷം രാത്രിയുടെ വലിയൊരു ഭാഗം വിശുദ്ധ കുർബാനയുടെ മുൻപാകെ ചെലവഴിച്ചുകൊണ്ടിരുന്നു. ഗോതമ്പും മുന്തിരിയും കൃഷി ചെയ്തു. ഫലങ്ങൾ ശേഖരിച്ച് വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞും സ്വയം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. രാജ്യഭരണത്തെക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം സന്യാസമായിരുന്നു. എങ്കിലും ജനങ്ങളുടെ വിശ്വാസത്തിന് ഹാനി വരാതിരിക്കാൻ വേണ്ടി വെഞ്ചസ്ലൗസ് രാജാവ് രാജ്യഭരണം നടത്തിപ്പോന്നു. ഇതിനിടയിൽ 2 തവണ അദ്ദേഹം വിവാഹിതനായി. 2 ഭാര്യമാരിലും അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്തു മതത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ലുട്മില്ലയിൽ നിന്നാണ് ഉളവാകുന്നത് മനസ്സിലാക്കി ഡ്രഹോമീറ ആ വൃദ്ധയെ വധിപ്പിച്ചു. ഘാതകൻ രാജ്ഞിയുടെ കപ്പേളയിൽ വെച്ച് ശിരോവസ്ത്രം കഴുത്തിൽ ചുറ്റി രാജ്ഞിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. തന്റെ അമ്മയാണ് അമ്മൂമ്മയെ കൊന്നതെന്ന വസ്തുത വെഞ്ചസ്ലൗസിനെ മനസ്സിനെ വല്ലാതെ അലട്ടി. അദ്ദേഹം ഒരു ദേവാലയം നിർമ്മിച്ച് വിശുദ്ധ വിക്ടൂസിന്റെ കരം അതിൽ സ്ഥാപിച്ചു. വെഞ്ചസ്ലൗസിന്റെ നീതിനിഷ്ഠമായ പ്രവർത്തികൾ ഇഷ്ടപ്പെടാത്ത പ്രഭുക്കന്മാർ ബൊലേസ്ലൗസിന്റെ പക്ഷത്ത് ചേർന്നു. 929 ജർമ്മൻ അധിനിവേശത്തെ അഭിമുഖീകരിച്ച വെഞ്ചസ്ലൗസ് രാജാവ് ജർമ്മൻ രാജാവായ ഹെൻറി 1 ഫൗളർക്ക് കീഴടങ്ങി. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്താൻ അദ്ദേഹത്തിന്റെ കീഴടങ്ങൾ പല പ്രഭുക്കന്മാരെയും പ്രകോപിപ്പിച്ചു. അങ്ങനെ അവർ ബൊലേസ്ലൗസിനോട് ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തി. ബൊലേസ്ലൗസിന്റെ പ്രഥമ ശിശുവിന്റെ ജനനം ആഘോഷിക്കാൻ വെഞ്ചസ്ലൗസ് രാജാവ് അനുജന്റെ വീട്ടിൽ ചെന്നു. രാജാവ് പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രഹോമീറയുടെ പ്രേരണയനുസരിച്ച് അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. 935 സെപ്റ്റംബർ 28 തീയതിയാണ് ഈ സഹോദരവധം നടന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടി അമ്മയും മകനും കൂടി നടത്തിയ ഉപജാപമായതുകൊണ്ട് വെഞ്ചസ്ലൗസ് രാജാവിന്റെ വധം രക്തസാക്ഷിത്വമായി. വെഞ്ചസ്ലൗസ് രാജാവ് അങ്ങനെ ചെക്ക് റിപ്പബ്ലിക്കിലെ ബൊഹീമിയയുടെ മധ്യസ്ഥനായി മാറി.